വികസന നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞ് രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാന നയപ്രഖ്യാപനം. കേന്ദ്രത്തിന്റെ സാമ്പത്തിക ഉപരോധം സംസ്ഥാനത്തെ ബുദ്ധിമുട്ടിക്കുന്നുവെന്ന് നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഗവർണർ പറഞ്ഞു. സാമ്പത്തിക ഞെരുക്കത്തിനിടയിലും സംസ്ഥാനം കുതിക്കുകയാണെന്ന് നയപ്രഖ്യാപനത്തിൽ അവകാശവാദം. സർക്കാരിന്റെ പരാജയം നയപ്രഖ്യാപനത്തിൽ വ്യക്തമാണെന്ന് പ്രതിപക്ഷം കുറ്റപ്പെടുത്തി. കേന്ദ്ര സർക്കാരിൽ നിന്ന് കടുത്ത സാമ്പത്തിക വിരോധമാണ് സംസ്ഥാനം നേരിടുന്നതെന്നാണ് നയപ്രഖ്യാപനത്തിൽ സർക്കാർ വ്യക്തമാക്കുന്നത്. സാമ്പത്തിക ഞെരുക്കത്തിനിടയിലും സാമൂഹ്യക്ഷേമ പദ്ധതികൾ ഉൾപ്പെടെ സംസ്ഥാനം മുടക്കമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകുന്നു. അതിദാരിദ്ര്യ നിർമ്മാർജ്ജനവും വികസിത രാജ്യങ്ങളെക്കാൾ കുറഞ്ഞ ശിശുമരണ നിരക്കുമാണ് കേരളത്തിൽ ഉള്ളത്. സാമൂഹ്യ വികസന മേഖലയിൽ കൈവരിച്ച നേട്ടങ്ങൾ ഉയർത്തിയാണ് നയപ്രഖ്യാപനത്തിന്റെ തുടക്കം. തൊഴിലുറപ്പ് പദ്ധതിയിൽ കൊണ്ടുവന്ന മാറ്റത്തെ നയപ്രഖ്യാപനത്തിൽ വിമർശിക്കുന്നു. കേരളം നേരിടുന്ന സാമ്പത്തിക ഞെരുക്കവും അതിൽ കേന്ദ്ര സർക്കാരിന്റെ പങ്കും എടുത്തു പറയുന്ന നയപ്രഖ്യാപനം കേന്ദ്ര സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവും ഉയർത്തുന്നു. മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് പ്രോഗ്രാം, the recent amendment to the said scheme, transforming it as VB-Gram-G, is a setback for Kerala as the assistance of the union has come down from 100 to 60%. എന്നാൽ തെറ്റായ അവകാശവാദങ്ങളും അസത്യങ്ങളും നിറച്ച നയപ്രഖ്യാപനമെന്ന പ്രതിപക്ഷ വിമർശനം. തെറ്റായ അവകാശവാദങ്ങളും അർദ്ധസത്യങ്ങളും കുത്തി നിറച്ച് ഗവൺറെ കൊണ്ട് പ്രസംഗിപ്പിച്ചിട്ടുള്ള ഒരു തെറ്റായ ഡോക്യുമെൻ്റാണ് ഈ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം. ഒരു ഗവൺമെൻറ്റിൻ്റെ പരാജയം വരികളിടയിലൂടെ മുഴച്ചു നിൽക്കുകയാണ്. നയപ്രഖ്യാപനം സർക്കാരിന്റെ പരിവേദനമെന്ന് PK കുഞ്ഞാലിക്കുട്ടിയുടെ പരിഹാസം. കാണുന്ന ആർക്കും കേൾക്കുന്ന ആർക്കും മനസ്സിലാവും മനുഷ്യൻ്റെ ഒരു അവസ്ഥ ഉണ്ട്. ഒന്നും വയ്യാതെ, ഒന്നും കഴിയാതായി, ഒന്നും പറ്റാതെയായി. അപ്പോൾ ഒരു പിച്ചിമ്പയും വരെ ഒരു പരിദേവനം എന്ന് പറഞ്ഞതുപോലെ അവരുടെ സഭയിലിരിക്കുന്ന ഭരണകക്ഷിയുടെ ഒരു ബോഡി ലാംഗ്വേജ് പോലും ആ ഒരു ഉത്സാഹക്കുറവ് ഇന്ന് വളരെ വളരെ പ്രകടമായി. ഭരണഘടനാ ശില്പി അംബേദ്കറെ ഓർമ്മിപ്പിച്ചാണ് ഗവർണർ നയപ്രഖ്യാപന പ്രസംഗം അവസാനിപ്പിച്ചത്. മീഡിയ 1 തിരുവനന്തപുരം.